അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കറങ്ങി തിരിഞ്ഞ് ഞാനകത്തിരിക്കുന്നത് പുഷ്പലത ആൻറ്റിയുടെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ഇദ്ദേഹമാണ് നമുക്ക് പുതിയൊരു ടിപ്പ് പറഞ്ഞു തരുന്നത്. എന്താണ് തയ്യാറാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം സംഭവങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. നമസ്കാരം. ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഹെൽത്തി ദോശ. അത് 5 ഗ്രെയിൻസ് ധാന്യങ്ങൾ ഇട്ടിട്ട് കുറച്ച് അരി, പിന്നെ കുറച്ച് മൈദ, പിന്നെ കുറച്ച് അരിപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് ഒരു ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ആൻറ്റി എന്ന് വെച്ചാൽ ഇവിടുത്തെ ഓൺ ലാംഗ്വേജ്. വാട്ട്സ് യുവർ ഓൺ ലാംഗ്വേജ്? ഇത് ഏറെ हमारा ഭാഷ ഹിന്ദി के जैसा. മലയാളം ഇപ്പോൾ ഓൺ ലാംഗ്വേജ് ആയിട്ടുണ്ട്, പക്ഷെ മലയാളം അത്ര നല്ല ആയിട്ട് അറിയില്ല. ഹെൽത്തി ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ 5 ധാന്യങ്ങൾ വേണം മുഖ്യമായി. 5 ധാന്യങ്ങൾ. അരി, അത് പച്ചരി, ഇത് തോരപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 100 ഗ്രാം പച്ചരി, ഇത് ഉഴുന്ന് പരിപ്പ്, അത് 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് ചെറുപയർ പരിപ്പ്, ഇത് 1 ടേബിൾ സ്പൂൺ മസൂർ ദാള്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 2 3 4 5 പരിപ്പ്. 5 പരിപ്പാണ് ഇതിനു വേണ്ടി. അത് രാത്രി ഈ അരിയുടെ കൂടെ എല്ലാം ആയിട്ട് ഈ ഉലുവ ഉണ്ട്, ഉലുവായിട്ട് അത് സോക്ക് ചെയ്ത് വെച്ചിരിക്കണം. അതായത് അരച്ചു വെച്ചിരിക്കണം. ഇല്ല, വെള്ളത്തിലേ ഇടണം. 2-3 മണിക്കൂറാണെങ്കിൽ വെള്ളത്തിലിടണം. ഇത് പിന്നെ എല്ലാം മിക്സ് ചെയ്ത് പിറ്റേ ദിവസമാണ് ഇതെല്ലാം. 2 മണിക്കൂർ ശേഷം ഇതെല്ലാം മിക്സ് ചെയ്ത് അരക്കണം. നല്ല നൈസായിട്ട് അരക്കണം. അരച്ച് എടുക്കാൻ നേരത്ത് കുരുമുളകും 1 ടീസ്പൂൺ കുരുമുളക് ഇടണം. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മൈദ. ഇത് കുതിരാൻ ഇടണം രാത്രി തന്നെ. തലേദിവസം രാത്രി തന്നെ കുതിരാൻ ഇടണം. പിന്നെ ഈ അരച്ച മാവില് അരിപ്പൊടിയുടെയും മൈദയുടെയും ഇങ്ങനെ വെള്ളം കളഞ്ഞേച്ച് മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നല്ലപോലെ അരച്ചു അല്ലേ? നല്ല വെണ്ണ അടക്കം അരച്ചെടുത്ത് കഴിഞ്ഞു. അതിനുശേഷം അടുത്തായിട്ട് ചേർക്കേണ്ടത് നേരത്തെ കാണിച്ചിരിക്കുന്ന മൈദ. ആദ്യം തന്നെ മൈദ ചേർത്തു, അതിനുശേഷം അരിപ്പൊടി അല്ലേ? പിന്നീട് എന്തെങ്കിലും ചേർക്കാൻ? പിന്നെ ഒരു നുള്ളല്ല 2 നുള്ളാകാം പഞ്ചസാര. എന്തിനെന്ന് പറഞ്ഞാല് ദോശ അടിഭാഗത്ത് വേഗം ക്രിസ്പായിട്ട് കിട്ടും. പാൻ ഒന്ന് ചൂടായി കിട്ടേണ്ട താമസമേ ഉള്ളൂ അല്ലേ? എന്നാലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു ദോശ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സത്യം. ചൂടായി കഴിഞ്ഞു. ഇതിന് ഫസ്റ്റ് എണ്ണ ഇടാൻ പാടില്ല. എണ്ണ ഇട്ടാല് ദോശയൊക്കെ കീറി പോയ പോലെ ആവും അല്ലേ? അതിനുശേഷം എണ്ണ ചേർക്കുമോ? ഇത് ഓലിവ് ഓയിലാ. പെട്ടെന്ന് ചൂടായി വരുന്നുണ്ട്. ഇത് ഹെൽത്തി ആയതുകൊണ്ട് ഓലിവ് ഓയിൽ എടുത്ത് ഇതില് ഒന്ന് തൂവി കൊടുക്കുക അല്ലേ? സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്നും ചേർക്കില്ലേ? അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടം. അവർ വീട്ടിലെ തിന്നാൻ ഉപയോഗിക്കുന്ന എന്താ ആ ഓയിൽ അവർ യൂസ് ചെയ്യാം. എങ്കിലും ഹെൽത്തി ആയതുകൊണ്ടാണ് ഒലിവ് ഓയിൽ ചേർത്തത് അല്ലേ? പിന്നെ ഇത് ബ്രഷ് സാധാരണ ബ്രഷ് അല്ല, ഇത് സെലീനിയം ബ്രഷ്. ഭയങ്കര എക്സ്പെൻസീവാ. ഇറ്റ് ഈസ് കോസ്റ്റിംഗ് സം 500 rupees. അത് ശരി. അത് ഇതിനു വേണ്ടി മാത്രമേ, ഒരു ഒറ്റ പർപ്പസിന് വേണ്ടി മാത്രമേ. ഇത് അങ്ങനെ തന്നെ. ഇത് എത്ര ചൂടില് പോയാല് ഇത് ശരിക്കുണ്ടല്ലോ ഒരു കരിമീനൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ചെറിയതിലെടുത്താല് കരിമീൻ പൊട്ടിപ്പോകും. അപ്പോൾ ഇതൊന്ന് കുക്കാകുന്ന സമയത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. കാര്യം കർണാടകയിലെ വിശേഷങ്ങളൊക്കെ പലതാണ്. കാര്യം ടോട്ടലി എൻ്റർലി ഡിഫറെൻ്റ് ആണ്. കാര്യം കേരള കർണാടക ഒരു സ്ഥലത്തെ. അപ്പോൾ അവിടുത്തെ ഒരു വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പാട്ട്, സോങ്സ് ആയാലും ഗോവ പോലെയാ.
സോങ്സ് ഉണ്ട്, കൊങ്ങിണി സോങ്സ് ഉണ്ട്, കന്നഡ ഉണ്ട്, തുളു ഉണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി എനിക്കൊരു ആഗ്രഹമുണ്ട്. കൊങ്ങിണി ലാംഗ്വേജ് ഒരു 2 വരി സോങ്, 2 വരി പാടിയാ മതി. തയ്യാറായോ? കൊങ്ങിണി പാട്. ഗോവയിലെ ആൾക്കാരാ പാടുന്നത്. ലര 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 താരു തുരു തുരു ധാവുന്താ गुरु 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 वार्या मन मुझे हलता दरिया सूर्य देवला भांगरा वेळू आयला लर 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 तारू तुरु तुरु भावता गुरु 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 वार्या मन मुझे हलता. ഇതൊരു ഡിവോഷണൽ സോങ് ആണോ? ഡിവോഷണൽ എന്ന് പറയാൻ പറ്റില്ല. സൂര്യദേവനെ പറ്റിയൊക്കെ പറയുന്ന കേട്ടു. That's also correct. എനിക്കാണ് ഈ ലാംഗ്വേജ് നന്നായിട്ട് അറിയാവുന്നുണ്ട്. You are meeting so many people. അത് ശരി. അപ്പം ഇവിടെ തയ്യാറായോ? ഇപ്പൊ ജസ്റ്റ് മടക്കിട്ട് എടുക്കാം നമുക്ക്. ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാല് കട്ട് ചെയ്യാൻ പോകണോ? കട്ട് ചെയ്യുന്ന പറഞ്ഞ ഒരു ഷേപ്പ് കാണിക്കാൻ വേണ്ടിട്ട്. ഓ, ദോശ തയ്യാറാക്കുന്നതിനും എന്താ പറയാ ഒന്ന് അല്ലെ അലങ്കരിക്കുന്നതിനും ഒരു വ്യത്യസ്തത. There is a art in making also. Okay. എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതിൻ്റെതായ ഒരു ഭക്ഷണം ഡെക്കറേഷൻ എല്ലാം ഇമ്പോർട്ടന്റ്. അതെ അതെ, വിളമ്പുന്നതിലും അതൊന്നും അലങ്കരിക്കുന്നതിനും വ്യത്യസ്തമുണ്ട് അല്ലേ? ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പാണ് കേട്ടോ. അത്രയും ഞാൻ ഉദ്ദേശിച്ചില്ല. ഇതുണ്ടോ? ഓക്കെ, ഇതുണ്ടോ? ഓ, അങ്ങനെ പറഞ്ഞതാ. എന്തായാലും ചട്നിയും കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കട്ടെ. വാ ഉസ്താദ് വാ. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദോശ പല രീതിയിൽ മൈദ, അരിപ്പൊടി, ഗോതമ്പ് അങ്ങനെ ദോശയൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു ഹെൽത്തി ദോശ, ഇത്രയധികം ദാൽ, അതായത് ദാലെന്ന് പ്രോട്ടീൻസ് മാത്രമേ ഉള്ളൂ, പ്രോട്ടീൻസ് ഉള്ള എല്ലാത്തരം ധാന്യവർഗ്ഗങ്ങളും ചേർത്തിട്ടാണ് നമ്മളിത് ഈ ദോശ തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ കുറ്റം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോൾട്ട് കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരുന്നു. അതൊന്നുമില്ല. തീർച്ചയായിട്ടും കാര്യം സത്യമായിട്ടും പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ദോശയാണ്. Thank you very much.